എല്ലാവർക്കും നമസ്കാരം. ഐസ്റ്റാറ്റിലേക്ക് സ്വാഗതം. മകീരം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലം, അതായത് 2025 എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മകീരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന 2025 ഒരു വർഷക്കാലം എങ്ങനെയാണ് നമുക്ക് നോക്കാം. Ten of Wands, Page of Wands, Fool card, Five of Wands, Page of Cups. എല്ലാ അർത്ഥത്തിലും ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾക്ക്. Seven of Cups, Six of Swords, Lovers Energy. ഈ ഒരു വർഷം എന്ന് പറയുന്നത് 2025 പല കാര്യത്തിലേക്കുള്ളൊരു പുതിയൊരു ചുവടുവയ്പ് ഈ ഒരു വർഷം എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ ഒരു നല്ലൊരു വർഷമാണ് നിങ്ങൾക്ക്. കാരണം ആദ്യം തന്നെ 10 of Wands എനർജിയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാരിച്ച പല ഉത്തരവാദിത്തങ്ങളും ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു സമയമെന്ന് പറയാം. പല കാര്യങ്ങളും പര്യവസാനം, ചില സിറ്റുവേഷൻസിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള ചില ഉത്തരവാദിത്തങ്ങളും, ഇപ്പോൾ ഉത്തരവാദിത്തം എന്നുള്ള രീതിയിൽ അതൊരു ഭാരിച്ച ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിനെ അലട്ടുന്ന ഒരു കാര്യമായിരിക്കും, ചെയ്ത് തീർക്കേണ്ടുന്ന കാര്യം എന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങൾ മക്കളുടെ വിവാഹമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, മാതാപിതാക്കളുടെ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള കാര്യങ്ങളും ചെയ്ത് തീർക്കേണ്ടി വരുന്ന ഭാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു വർഷത്തിൽ ചെയ്ത് തീർക്കുന്നുണ്ട്. അപ്പോൾ ഒരു മനസ്സമാധാനം അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കാണിക്കുന്നുണ്ട്. ഒരു സ്വസ്ഥത ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. 10 of Wands എനർജി എന്ന് പറയുമ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പലതും വിട്ട് മുന്നോട്ടേക്കുള്ള പുതിയൊരു ജീവിതത്തിലേക്കാണ് പോകുന്നത്. വലിയ വലിയ ഒബ്ലിഗേഷൻസും റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ വിട്ട് കളയുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നിങ്ങൾ ചില കാര്യങ്ങൾ, അതായത് ഈ ഒരു ഉത്തരവാദിത്വം ഒന്നും നിങ്ങളുടേതായിരുന്നില്ല, മറിച്ച് മറ്റൊരാൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളായിരിക്കും. അവർ അതായത് നിങ്ങൾ നോ പറയാൻ പഠിക്കാത്തത് കൊണ്ട് തന്നെ എല്ലാം നിങ്ങളുടെ തലയിലേക്ക് ഇട്ട് തന്നിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോ പറയാൻ പഠിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ പല ഉത്തരവാദിത്തങ്ങളും പലരും നിങ്ങളെ ഏൽപ്പിച്ചിട്ട് രക്ഷപ്പെടുന്ന സാഹചര്യമാണ്. ഈ ഒരു വർഷം നിങ്ങളത് തുറന്നു പറയാണ്, ഇതുവരെ ഞാനിത് ചെയ്തു, ഇനി അങ്ങോട്ടേക്ക് ഞാനിത് ചെയ്യുന്നതായിരിക്കില്ല എന്നുള്ള രീതിയിൽ നിങ്ങളൊരു ബൗണ്ടറി, അതായത് ഒരു വേലി കെട്ടുകയാണ്. അപ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അതിനർത്ഥം നിങ്ങളത് സഹിച്ചുകൊണ്ട് പോകണം എന്നുള്ളതല്ല. അപ്പോൾ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങൾ പതുക്കെ പതുക്കെ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വിട്ട് കളയേണ്ടതൊക്കെ വിട്ട് കളയുന്നുണ്ട്. ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റമൊക്കെ, അതായത് നിങ്ങളുടെ ഉള്ളിൽ എനിക്ക് നടക്കില്ല, പറ്റില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വർഷമാണ്. പുതുവർഷം ആണ്. എല്ലാ അർത്ഥത്തിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പേജ് ഓഫ് കപ്സ് ആണ്. മാനസികമായിട്ട് ഒത്തിരി ഇമോഷണൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത് നല്ല രീതിയിൽ ഇരിക്കുന്ന സമയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോ പറയാൻ പഠിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റില്ല എന്ന് നിങ്ങൾ തുറന്ന് പറയാണ്. കാരണം നിങ്ങൾ അത്രയും ടയേർഡാകുന്നുണ്ട്. അതുവരെ കാത്തിരിക്കേണ്ട സാഹചര്യമല്ലായിരുന്നെങ്കിലും നിങ്ങൾ നോ പറയാൻ പഠിക്കാത്തത് കൊണ്ട് ഇപ്പോൾ നിങ്ങൾ നോ പറയുകയാണ്. എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് തന്നെ പറയുന്നു. പലരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു പോകാൻ ഒരാളുള്ളത് കൊണ്ട് നിങ്ങളെ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പല ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ കൈയൊഴിയുന്ന ഒരു സാഹചര്യമാണ്. ഇനി അങ്ങോട്ടേക്ക് ഇത് പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഈ പേജ് ഓഫ് കപ്സ് എനർജി പ്രണയം കൂടിയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് പോവുകയാണ്. മറ്റ് പല ഉത്തരവാദിത്തങ്ങളും ഒഴിവാക്കി പുതിയ ഒരു ജീവിതം, പുതിയൊരു മാരേജാണ് സൂചിപ്പിക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പല പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. കാരണം വിവാഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പല നെഗറ്റീവായിട്ടുള്ള ചിന്തകളും സ്വഭാവങ്ങളും നിങ്ങൾ ഇതുവരെ എങ്ങനെയാണ് ജീവിച്ചു പോന്നിരുന്നത് അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷമാണ്. പല കാര്യങ്ങളിലും
നിങ്ങൾ ഓവറായിട്ട് സെൻസിറ്റീവായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുന്ന ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ മാറുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ വീണ്ടും നമുക്ക് പറയുകയാണെങ്കിൽ പേജ് ഓഫ് ഫോൺസ് എനർജി ആൻഡ് 7 ഓഫ് കപ്സ് എനർജിയാണ്. പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റം വരുന്നത്. അതിലൊന്ന് ജോലിയാണ്. ജോലി സംബന്ധമായിട്ടും ഫിനാൻസ് സംബന്ധമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ നല്ലൊരു വർഷമായിരിക്കും. ജോലി സംബന്ധമായിട്ട് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ പുതിയ ജോലിയിലേക്ക് കയറുന്നുണ്ട്, ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നവർക്ക് അത് പ്രൊമോഷൻ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ജോലിയിൽ ശമ്പള വർധന, ഒരേ പൊസിഷനിൽ ഇരിക്കുന്നവരാണെങ്കിൽ പോലും ശമ്പളം കൂട്ടിക്കിട്ടുന്ന സിറ്റുവേഷൻ ആവാം. ഇപ്പോൾ ചില കമ്പനീസിലൊക്കെ ബോണസ് ഒന്നും അടുത്തിടയ്ക്ക് കാര്യമായിട്ടില്ലാത്തതാണെങ്കിൽ ഈ വർഷം കമ്പനി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ബോണസ് ഒക്കെ ലഭിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. അപ്പോൾ 2025 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾ വളരെ എനർജറ്റിക് ആണ്, നിങ്ങൾ വളരെ ക്രിയേറ്റീവാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഒത്തിരി ശുഭാപ്തി വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നു. അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് ഏതറ്റം വരെയും നിങ്ങൾ പോകുന്നുണ്ട്. കിണഞ്ഞ് പരിശ്രമിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള ആ നെഗറ്റിവിറ്റിയൊക്കെ നിങ്ങൾ പുറത്ത് കളയുന്നുണ്ട്. പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത്. അവസരങ്ങൾ ഒത്തിരി വരുന്ന സമയമാണ്. പല രീതിയിൽ പല തലത്തിൽ നിന്നുള്ള അവസരങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അവസരം കിട്ടാൻ, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ വികാരങ്ങൾ, അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സന്തോഷങ്ങൾ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള പലതും ചെയ്യാതെ വിട്ടുപോയിട്ടില്ല. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് യാത്ര പോകണം, ഒറ്റയ്ക്ക് യാത്ര പോകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഈ ഒരു തരത്തിലുള്ള വസ്ത്രം ധരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ, ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാതെ പോയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും, പക്ഷെ നിങ്ങളുടെ ഫാമിലിയിൽ ചിലപ്പോൾ അതൊരു വലിയ കാര്യമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങളായിട്ട് അങ്ങനെയുള്ള കാര്യം നേടിയെടുക്കുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം അത്യധികം സന്തോഷം തരുന്ന ഒരു കാര്യം ആണ് എന്ന് തന്നെ പറയാവുന്ന ഒരു സാഹചര്യമാണിത്. നെക്സ്റ്റ് വന്നിട്ട് ഫൂൾ കാർഡാണ്. അതോടൊപ്പം തന്നെ 6 ഓഫ് സോർഡ്സ് എനർജി. വളരെയധികം സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ഒരു വർഷം നിങ്ങൾ സ്വയം വിശ്വസിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ ഇതുവരെ അങ്ങ് ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് മുന്നേറാത്തൊരു സാഹചര്യമാണെങ്കിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നുണ്ട്, സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു, കോമ്പറ്റീറ്റീവ് എക്സാംസ് എഴുതുന്നു, പരീക്ഷകളിൽ വിജയിക്കുന്നു, IELTS, TOEFL, OET പോലുള്ള കാര്യങ്ങൾ, വിദേശത്തേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പരീക്ഷകൾ, അതേപോലെ നാട്ടിലാണെങ്കിലും സർക്കാർ ജോലിയിലേക്ക് പോകുന്ന പരീക്ഷകൾ, പലതരത്തിൽ മത്സര പരീക്ഷകളിൽ വിജയ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. സർക്കാർ ജോലിക്കുള്ള സാധ്യത ഈ ഒരു വർഷക്കാലം പലരിലും കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ യാത്രയാണ്, കടൽ കടന്നു പോകുന്ന സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിദേശത്തേക്ക് പോകാനുള്ള ഒരു അവസരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതും ഈ ഒരു വർഷക്കാലം സാധ്യമാകുന്നുണ്ട്. നിങ്ങളുടെ ആത്മവിശ്വാസം വളരെ കൂടുതലുള്ളൊരു വർഷമാണ്. അപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാൻ പറ്റിയ വർഷമാണ്. പിന്നെ വിദേശത്തേക്ക് പോകാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ റെഡിയാവുന്നുണ്ട്. പുറത്തേക്ക് പോകാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റെഡിയായി നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ വിദേശ രാജ്യത്തേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. 6 ഓഫ് സോർഡ്സ് എനർജിയാണ്. അപ്പോൾ യാത്രയാണ്. അതേപോലെ തന്നെ നിങ്ങൾ എവിടെയാണോ ഇപ്പോൾ ഉള്ളത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് അവിടെ നിന്നുള്ളൊരു യാത്രയാണ്. ഒരു വലിയൊരു ചേഞ്ച്, ഹ്യൂജ് ട്രാൻസ്ഫോർമേഷനാണ് ഈ ഒരു വർഷം എന്ന് പറയാം. നിങ്ങളെ സംബന്ധിച്ച് എല്ലാ അർത്ഥത്തിലും ഒരു പുതിയ തുടക്കം എന്ന് തന്നെ പറയാം. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ, ഇപ്പോൾ നിങ്ങൾ കടബാധ്യതയൊക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അതിനെയൊക്കെ മറികടന്ന് പോയിട്ട് നിങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കുള്ള ആദ്യത്തെ ചുവട്ടുപടി എന്ന് തന്നെ പറയാം ഈ ഒരു വർഷം. ഒരു പരിധി വരെ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ ഒരിക്കലും കടം വീട്ടാൻ പറ്റില്ല എന്ന് വിചാരിച്ച കടങ്ങളൊക്കെ നിങ്ങൾ വീട്ടി തീർക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു നല്ലൊരു ഫ്യൂച്ചർ, ഒരു ഭാവി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വിദേശത്ത് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളിൽ നിങ്ങളിപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങിപ്പോകുന്ന ഒരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. 5 ഓഫ് വൺസ് എനർജിയാണ്. ലാവോസ് സിറ്റുവേഷനാണ് ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ. ഈ ഒരു 5 ഓഫ് വൺസ് എനർജിയാണ്. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ ഇടപെടൽ കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളും നിങ്ങളുടെ ജീവിത പങ്കാളിയും കൂടിയിട്ട് തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം
കയറി ഭരിക്കുന്നത് മറ്റുള്ളവരായിരിക്കും. അതൊരു തരത്തിലും നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല. അപ്പോൾ അനാവശ്യമായിട്ട് മറ്റുള്ളവരെ നിങ്ങളുടെ കുടുംബജീവിതത്തിലെ, പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബജീവിതത്തിലെ കാര്യങ്ങളിലെ അഭിപ്രായങ്ങൾ ചോദിക്കാൻ പോകാതിരിക്കുക. അനാവശ്യമായിട്ട് കയറി അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പാരൻസോ നിങ്ങളുടെ ഇൻലോസോ ആയിക്കൊള്ളട്ടെ, ആവശ്യത്തിൽ കവിഞ്ഞ് ആര് ഇടപെട്ടാലും അത് നിങ്ങളുടെ കുടുംബജീവിതത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും നിങ്ങൾ രണ്ടുപേരും, അതായത് ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറയുമ്പോൾ ഭാര്യയോ ഭർത്താവോ രണ്ടുപേരും മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ചില സാഹചര്യങ്ങളിൽ എല്ലാവരും ഉണ്ടാവാം. മറ്റ് സാഹചര്യം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങൾ നിങ്ങളുടേതായിരിക്കണം. ചില കാര്യങ്ങൾ മാതാപിതാക്കളോടോ മറ്റുള്ളവരോടോ സുഹൃത്തുക്കളായാലും ആരായാലും എല്ലാവരുമായിട്ട് എല്ലാം ഒന്നും ഡിസ്കസ് ചെയ്യാൻ പോവാതിരിക്കുക. അങ്ങനെ ഡിസ്കസ് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്കത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് പേഴ്സണലായിട്ട് പ്രൈവറ്റായിട്ട് വയ്ക്കുക. അതിനി ആവശ്യത്തിൽ കവിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് ആരെങ്കിലുമൊക്കെ വന്നു പോകുന്ന സാഹചര്യമാണ്, എപ്പോഴും അതിഥികൾ ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രൈവറ്റ് സ്പേസിൽ സമയം തികയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിഥികൾ വരുന്നത്, സൗഹൃദങ്ങൾ ഉണ്ടാകുന്നതൊക്കെ വലിയ ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനും നിങ്ങൾ സമയം കൊടുക്കണം എന്നുള്ളതാണ്. ആവശ്യത്തിൽ കവിഞ്ഞത് ആളുകൾ കയറി ഇറങ്ങുന്ന ഒരു അമ്പലമോ പള്ളിയോ ആക്കി മാറ്റാതിരിക്കുക എന്നുള്ളത് കൂടി എടുത്തു പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.